എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ജൂലൈ 22 നടന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന്റെ ക്വസ്റ്റ്യനും ആൻസർ കീയുമാണ്. കാറ്റഗറി നമ്പർ 537/2022. ക്വസ്റ്റ്യൻ നമ്പർ 1. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ കാവേരി. ക്വസ്റ്റ്യൻ നമ്പർ 2. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സിദ്ധു കാനു. ക്വസ്റ്റ്യൻ നമ്പർ 3. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, വേലുത്തമ്പി ദളവ. ക്വസ്റ്റ്യൻ നമ്പർ 5. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ജഹാംഗീർ. ക്വസ്റ്റ്യൻ നമ്പർ 6. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1940 ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒരു മാപ്പിൽ 6:1 എന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ ഭൂമിയിലെ അകലം എത്രയായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 1 സെന്റിമീറ്റർ = 1 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 8. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, CO2. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ജമ്മു കാശ്മീർ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, എക്കൽ മണ്ണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഹിമാചൽ പ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 13. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, പരുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ജാർഖണ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഫിലിപ്പീൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 16. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇതെല്ലാം പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ക്ഷീരവികസനം. ക്വസ്റ്റ്യൻ നമ്പർ 18. 2023 G7 ഉച്ചകോടി വേദി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഹിരോഷിമ. ക്വസ്റ്റ്യൻ നമ്പർ 19. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1975 സെപ്റ്റംബർ 9. ക്വസ്റ്റ്യൻ നമ്പർ 20. KSSMന്റെ പൂർണ്ണ രൂപം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 22. കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അല്ലെങ്കിൽ അതോറിറ്റി നിലവിൽ വന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 25/5/2015. ക്വസ്റ്റ്യൻ നമ്പർ 23. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 43. ക്വസ്റ്റ്യൻ നമ്പർ 24. മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ.
Question number 25. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1949 നവംബർ 26. Question number 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. Question number 27. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 5 മുതൽ 11 വരെ. 28ാമത്തെ ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ഇതിൽ നൽകിയിട്ടില്ല. Question number 29. 73ാമത് ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പഞ്ചായത്തി രാജ്. Question number 30. തുല്യ ജോലിക്ക് തുല്യവേതനം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 39ന്റെ ഡി. Question number 31. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അംബേദ്കർ. Question number 32. ബീജസങ്കലനം മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അണ്ഡവാഹിനി കുഴലിൽ. Question number 33. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവകമാണ് ടോക്കോഫിറോൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജീവകം ഇ. Question number 34. മിനമാത്ത രോഗം ഏതിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി HG മലിനീകരണം, അതായത് മെർക്കുറിയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ് മിനമാത്ത രോഗം. Question number 35. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്വാഷിയോർക്കർ. Question number 36. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ടൈഫോയിഡ്. Question number 37. അന്താരാഷ്ട്ര യോഗാ ദിനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജൂൺ 21. Question number 38. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം എഴുതുക. ഒന്നാമത്തെ പ്രസ്താവന ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലാണ്. രണ്ടാമത്തെ പ്രസ്താവന ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ടും മാത്രം ശരി. അതായത് ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ്. Question number 39. സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് രശ്മികൾ. Question number 40. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 30 സെന്റിമീറ്റർ. Question number 41. 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പെൻബ്രൽ ചന്ദ്രഗ്രഹണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പെൻബ്രൽ ചന്ദ്രഗ്രഹണം. Question number 42. 3D ഓർബിറ്റലിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ N, L, M എന്നിവയുടെ മൂല്യങ്ങൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ n = 3, L = 2, M = -1. Question number 43. ബോറോൺ, അലൂമിനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളെ പരിഗണിക്കുമ്പോൾ അവയുടെ ലോക സ്വഭാവത്തിന്റെ ശരിയായ ക്രമം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, ബോറോൺ. Question number 44. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7നേക്കാൾ കൂടുതൽ ഉള്ളത് ഏതിനാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മനുഷ്യരക്തം. Question number 45. താഴെ കൊടുത്തിട്ടുള്ളതിൽ ആദർശ ലായനിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫിനോളും അനിലീനും. Question number 46. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് രണ്ടാമത്തെ പ്രസ്താവന. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. Question number 47. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നീരജ് ചോപ്ര. Question number 48. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എ സേതുമാധവൻ. ക്വസ്റ്റ്യൻ നമ്പർ 49. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആത്മോപദേശ ശതകം. ക്വസ്റ്റ്യൻ നമ്പർ 50. മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണമായ ഘടകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹൈദരാലിയുടെ ആക്രമണം. ക്വസ്റ്റ്യൻ നമ്പർ 51. മാത്സ് ആണ്, ഞാൻ ആൻസർ മാത്രം പറയാം. 51ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 96. 52ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1355. 53ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 3/4. 54ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 149. 55ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 49. 56ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അമ്മുമ്മ അല്ലെങ്കിൽ മുത്തശ്ശി. 57ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 5 മീറ്റർ. 58ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 30%. 59ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 120/74. 60ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 61. ഡോണ്ട് ലുക്ക് ഡൗൺ ഡാഷ് ദി പുവർ. ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. This is the dash mountain in the area. Are you sure you can climb it? The correct answer option D ആണ് the steepest. Question number 63. Neither my friends nor the bookstore dash the book I need. Correct answer option C ആണ് has. Question number 64. I tried to explain but he refused dash and went on dash. Correct answer option A ആണ് to listen grumbling. Question number 65. They showed her the easiest way to do it. The passive form of the sentence is. The correct answer option A ആണ് she was shown the easiest way to do it. Question number 66. A dash of sailors. The correct answer option D ആണ് crew. Question number 67. Her iron will and dash commitment put her on the top. The correct answer option C ആണ് unflinching. Question number 68. If you are under a cloud, it means that under a cloud എന്താണ് ഉദ്ദേശിക്കുന്നതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് you are in trouble. Question number 69. The expansion of NCLT is. Correct answer option B ആണ് National Company Law Tribunal. Question number 70. Pick out the correctly spelled word. The correct answer option A ആണ് dearth. Question number 71. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വലിയ മേന്മ നടിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 72. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. അധികം സംസാരിക്കുന്ന ആളെ എന്താണ് പറയുന്നതാണ്? അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വാചാലൻ. ക്വസ്റ്റ്യൻ നമ്പർ 73. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അന്തസ്. ക്വസ്റ്റ്യൻ നമ്പർ 74. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അന്നേരം അനശ്വരം അതിന്റെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നശ്വരം. ക്വസ്റ്റ്യൻ നമ്പർ 75. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പയോദം. ക്വസ്റ്റ്യൻ നമ്പർ 76. വാക് പ്ലസ് മയം ചേർത്തെഴുതുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വാഗ്മയം. ക്വസ്റ്റ്യൻ നമ്പർ 77. പലവുരു പിരിച്ചെഴുതുക.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പല പ്ലസ് ഉരു പലവുരു. ക്വസ്റ്റ്യൻ നമ്പർ 78. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ദ്വിവചനം. ക്വസ്റ്റ്യൻ നമ്പർ 79. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പി.വി. ആൽബി. ക്വസ്റ്റ്യൻ നമ്പർ 80. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. താങ്ക് യു.